ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 5-ാം മത്സരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കേരളത്തിന് മണ്ണിലേക്ക് ക്രിക്കറ്റ് എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ. ആദ്യ 3 മത്സരവും ഇന്ത്യ ജയിച്ചപ്പോൾ 4-ാം മത്സരത്തിൽ ന്യൂസിലാൻഡ് വിജയിച്ചു. കേരളത്തിൽ വിജയം ആർക്കൊപ്പമാവുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജു സാംസൺ ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീമിന്റെ മത്സരം കാണാൻ ഗാലറി നിറയുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇതിനോടകം ടിക്കറ്റുകളെല്ലാം വിറ്റുപോയിട്ടുണ്ട്. 40,000-ഓളം കാണികളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യ കിവീസ് 2020 മത്സരം കാണാൻ കാര്യവട്ടത്തേക്ക് എത്തുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരത്തിനായി കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. BCCIയുടെ കൃത്യമായ ഇടപെടൽ ഇത്തവണയുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായിരിക്കും കാര്യങ്ങളെന്ന് ഉറപ്പാണ്. കളി കാണാൻ എത്തുന്നവർ ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ലാത്തതുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ ബാങ്ക്, സിഗരറ്റ് ലൈറ്ററും സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാനാവില്ല. കാണികൾക്ക് സെൽഫി എടുക്കാൻ സ്റ്റിക്ക് കൊണ്ട് കയറാമെന്നും കരുതേണ്ട, ഇതും അനുവദിക്കില്ല. ചില്ലറ പൈസ കയ്യിൽ കരുതാനാവില്ല. നാണയത്തൊട്ടിനും വിലക്കുണ്ട്. അഗ്രഭാവം മൂർച്ചയുള്ള ഒന്നും ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാനാവില്ല. സിറിഞ്ച്, സൂചി ഇതൊന്നും കൊണ്ടുപോകാനാവില്ല. മത്സരത്തിന്റെ വീഡിയോ പകർത്താൻ മൊബൈൽ ക്യാമറകളല്ലാതെ മറ്റൊന്നും അനുവദിക്കില്ല. DSLR ക്യാമറകൾക്കും നിരോധനമുണ്ട്. ആരാധകർ ആവേശം സൃഷ്ടിക്കാൻ വിസിൽ കൊണ്ടുവരരുത്. മദ്യമോ ഗ്ലാസോ അനുവദിക്കില്ല. വൈകിട്ടാണ് മത്സരമെന്നതിനാൽ കുട അനുവദിച്ചിട്ടില്ല. ഹെൽമറ്റും സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാനാവില്ല. പുറത്തുനിന്നുള്ള ഭക്ഷണം സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരരുത്. ഡ്രോൺ പറത്താനോ കൊണ്ടുവരാനോ അനുവദിക്കില്ല. ഒരു തരത്തിലുള്ള ആയുധങ്ങളും കൊണ്ടുവരാനാവില്ല. യാതൊരുവിധ ലഹരി വസ്തുക്കളും കൊണ്ടുപോകരുത്. പടക്കങ്ങൾ കൊണ്ടുപോകാനാവില്ല. വളർത്തുമൃഗങ്ങളെ പ്രവേശിക്കാൻ അനുമതിയില്ല. ടിന്നുകളും ക്യാനുകളും കൊണ്ടുപോകാനാവില്ല. കൊക്കക്കോള ഉൾപ്പെടെയുള്ള പാനീയങ്ങളുമായി സ്റ്റേഡിയത്തിലേക്ക് പോകാനാവില്ല. വലിയ ശബ്ദമുണ്ടാക്കുന്ന PPകൾ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാനാവില്ല. ലേസർ ഉപയോഗിക്കാനാവില്ല. അപകടകരമായ ഒരു സാധനവും കൊണ്ടുപോകാനാവില്ല. ലാപ്ടോപ്പുകളും ടാബുകളും പ്രവേശിപ്പിക്കാനാവില്ല. സംഗീത ഉപകരണങ്ങൾ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാനാവില്ല. കുടിവെള്ളം പോലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ കളി കാണാൻ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. കാണികൾക്ക് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക ഗേറ്റ് 1 വഴി മാത്രമാണ്. ഇവിടെ പോലീസിന്റെ കനത്ത പരിശോധനയുണ്ടാവും. വിലക്കിയിട്ടുള്ള ഒരു കാര്യവും കൈവശം വെക്കാതെ വേണം ഇങ്ങോട്ട് എത്താൻ, അല്ലെങ്കിൽ പോലീസ് പരിശോധനയിൽ പ്രയാസപ്പെടും. 2ാമത്തെ പരിശോധനയ്ക്ക് ശേഷമാവും പവലിയനിലേക്ക് കടത്തിവിടുക. പവലിയൻ A2D ആണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടത്. ഗേറ്റ് നമ്പർ 15, 18, 20 എന്നിവയിലൂടെയാണ് ഈ പവലിയനിലേക്ക് പ്രവേശിക്കേണ്ടത്. പവലിയൻ F2J ആണെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞ് ഗേറ്റ് നമ്പർ 1, 5, 8 എന്നീ ഗേറ്റിലൂടെ വേണം പ്രവേശിക്കാൻ. ടെറസ് ടിക്കറ്റ് 13, 14, 17 എന്നിവയാണെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞു വേണം പോകാൻ. ഇനി 2, 6, 9 ആണെങ്കിൽ വലത്തോട്ടും തിരിയണം. ഗേറ്റ് നമ്പർ 4 വഴിയാണ് ടീം താരങ്ങളും മറ്റ് മാച്ച് ഒഫീഷ്യലുകളുമെല്ലാം പ്രവേശിക്കുന്നത്. ഇവിടേക്ക് ആരാധകർക്ക് പ്രവേശനം ഉണ്ടാവില്ല. VIP-കൾക്കും ഈ ഗേറ്റ് വഴിയാണ് പ്രവേശനം. സ്വന്തം സീറ്റ് നമ്പർ കൃത്യമായി നോക്കി ഇരിക്കാൻ ശ്രമിച്ചാൽ ആശയക്കുഴപ്പം ഒഴിവാക്കുകയും ചെയ്യാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.